അതിപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ഇരുന്ന് തീരുന്നൊരു കഥയല്ല. എൻ്റെ 16-17 വയസ്സിലാണ് ഞാൻ ഈ ഹോട്ടൽ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. ഞാൻ ഗാർലിക്കും ഓനിയനും ഉപയോഗിക്കാറില്ല സദ്യയിൽ. അതെനിക്ക് ഞാൻ യൂസഫ് അലി കൈക്ക് ഫുഡ് കൊടുത്തപ്പോഴാണ്. ഇപ്പോൾ നമ്മൾ സാമ്പാർ വയ്ക്കുകയാണ്, ടേസ്റ്റ് ഇല്ല, ഒരു സ്പൂൺ അതിൽ ചേർക്കാം. മീൻ വറക്കും, മസാലയ്ക്ക് ടേസ്റ്റ് ഇല്ല, ഒരു സ്പൂൺ ചേർക്കാം. അന്ന് തൊട്ട് ഇന്ന് വരെ സ്ട്രഗിൾ തന്നെയാണ് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം. ഇത്രയും അവിശ്വസനീയമാണ് ആ കഥകളൊക്കെ. എൻ്റെ 10 വിരലുകളും ആ ഇതിൻ്റെ മുകളിലുണ്ടായിരുന്നു. ഞാനൊരു 5am ക്ലബിൻ്റെ ആളാണ്. വാളിപ്പോയൊരു കുക്കിംഗ് അതാണ്. പിന്നീട് മനസ്സിലായി. മാം, വെൽക്കം ടു ദി ഷോ. നമസ്കാരം. സോ മാം, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ മാം, എനിക്ക് എപ്പോഴും ആദ്യം ചോദിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മാം, എങ്ങനെയാണ് ഈ ഒരു ഷെഫ് ലൈഫിലേക്ക് വന്നത്? അതിപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ഇരുന്ന് തീരുന്നൊരു കഥയല്ല. അല്ല, വലിയ കഥയാണ്. എനിക്കറിയാം. എൻ്റെ 16-17 വയസ്സിലാണ് ഞാൻ ഈ ഹോട്ടൽ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. ഓക്കെ. അന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീകൾ ഒരിക്കലും വരാത്തൊരു മേഖലയാണ്. ഒരിക്കലും സ്ത്രീകൾക്ക് എന്താ പറയുക, ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു മേഖല എന്ന് തന്നെ പറയാം. ആ കാലഘട്ടത്തിൽ ഹോട്ടൽ ഇൻഡസ്ട്രിയിലേക്ക് വന്ന ഒരു സ്ത്രീയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. അത്രയും അവിശ്വസനീയമാണ് ആ കഥകളൊക്കെ. കാരണം ഇൻഡസ്ട്രിയിൽ വന്നു, ഇപ്പം 40ാമത്തെ വർഷമാണ് ഇൻഡസ്ട്രിയിൽ വന്നിട്ട്. 39 വർഷം കഴിഞ്ഞു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ബ്രേക്ക് എടുത്ത് നിന്നുണ്ടോ എന്ന് പറയാൻ വളരെ കുറവാണ്. ബ്രേക്ക് തന്നെ ഇല്ല. പിന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തിനെയാണോ ഇഷ്ടപ്പെടുന്നത് അതിന് നമ്മൾ പ്രണയിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ എപ്പോഴും പറയാതാണ്, പ്രണയമാണ് അതിനോട്. ആ പ്രണയമാണ് എന്നെ ഇത്രയും കൊല്ലം ഇവിടെ എത്തിച്ചത്. ഓക്കെ മാം, ഈ ഒരു ഇൻഡസ്ട്രിയിലെ ആസ് എ വിമൻ ഷെഫ് എന്നുള്ള ഒരു ഇതിൽ മാമിന് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള വൺ ഓഫ് ദി ബിഗ് സ്ട്രഗിൾ, മാം അതിനെ എങ്ങനെ ഓവർകം ചെയ്തു? അന്ന് തൊട്ട് ഇന്ന് വരെ സ്ട്രഗിൾ തന്നെയാണ് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇന്നിപ്പോൾ എനിക്ക് 57 വയസ്സായി. എൻ്റെ ചെറുപ്പം ഉണ്ടായിരുന്നല്ലോ. ചെറുപ്പകാലങ്ങളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും ഞാനും അനുഭവിച്ചിട്ടുണ്ട്. ആ സമയത്തൊന്നും നമുക്കൊരു സ്ത്രീക്ക് കൊടുക്കേണ്ട ഒരു പരിഗണനയും ഹോട്ടൽ ഇൻഡസ്ട്രി ആർക്കും കൊടുക്കാറില്ല, ഒരു പരിഗണനയും. പക്ഷേ ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ വളരെ ഏറെ സപ്പോർട്ടീവാണ് സ്ത്രീകൾ ഈ രംഗത്തേക്ക് വരുമ്പോൾ. ഇൻഡസ്ട്രി ആയാലും ആളുകളായാലും എല്ലാവരും. എന്നെയൊക്കെ അന്ന് എൻ്റെ ഒരു ഓർമ്മയിലുള്ള എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, ഞാൻ ഇൻഡസ്ട്രിയിലേക്ക് വന്നൊരു ചെന്നൈയിലായിരുന്നു എൻ്റെ ട്രെയിനിങ് ഒക്കെ. ട്രെയിനിങ് മുഴുവനാക്കാനൊന്നും നിന്നില്ല. തിരിച്ചു വന്നിട്ട് ഞാൻ ഒരു സാധാരണ ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഹോട്ടലിൻ്റെ പേര് പറയുന്നില്ല. ഹോട്ടലിൽ കയറി അപ്പോൾ അയാൾ എന്നോട് ആദ്യം ചോദിച്ച ചോദ്യമാണ്, എന്തിനാണ് നീ ഇങ്ങോട്ട് വന്നത്? ഇതൊരു പെണ്ണിനുള്ള പറഞ്ഞ പണിയല്ലല്ലോ, പിന്നെ നിനക്കിതിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന എങ്ങനെയാണ് ഉറപ്പ്? അപ്പോൾ ഞാനൊന്നും മിണ്ടിയില്ല. ഒരു 18 വയസ്സുകാരിക്ക് ഉത്തരമില്ലായിരുന്നു. അപ്പോൾ ഇയാൾ ആദ്യം ചെയ്ത് എന്താ, വന്ന ദിവസത്തിൻ്റെ 3ാമത്തെ ദിവസം ഒരു വലിയ പാത്രം എടുത്തിട്ട് റേഞ്ചിൻ്റെ മുകളിൽ വെച്ചു. അതങ്ങനെ ചുട്ടുപഴുത്തു. എനിക്കറിയില്ല അത് കത്തിച്ച് വെച്ചിരിക്കുകയാണെന്നും അത് ഓഫാക്കിയതാണെന്നൊന്നും അറിയില്ലായിരുന്നു. പെട്ടെന്ന് ആൾ പറയുന്നത്, കിച്ചണിൽ പോയിട്ട് നീ ആ ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഞാൻ അടുപ്പിൻ്റെ മുകളിൽ, അത് എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞു. സത്യത്തിൽ അയാളത് നന്നായിട്ട് ചൂടാക്കിയിട്ട് പിന്നെ ഓഫ് ചെയ്തിട്ടതാണ്. ഞാൻ ഇത് പിടിക്കലും താഴെ ഇടരുതെന്നും പറഞ്ഞു. ഇത് പിടിക്കലും എൻ്റെ കയ്യിൽ നിന്ന് പാത്രം താഴെ പോയി. എൻ്റെ 10 വിരലുകളും ആ ഇതിൻ്റെ മുകളിലുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഫസ്റ്റിലെ റാങ്കിങ്. പക്ഷെ എൻ്റെ ഫസ്റ്റിലെ മോട്ടിവേഷൻ അതാണ്. എൻ്റെ ലൈഫിലെ ഏറ്റവും ദുരിതകരമായിട്ടുള്ള ആ ഒരു 10-15 ദിവസത്തോളം എൻ്റെ കൈവിരലുകൾ ഒരു കാര്യം ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ ഇരിക്കുമ്പം എന്നെ ഇന്നത്തെ ഒരു ഷെഫാക്കിയതിന് പിന്നിൽ ഞാൻ എന്നിട്ട് അയാളോട് പറയുമായിരുന്നു. ലാസ്റ്റിനാണ് അയാളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ അയാളെ കണ്ടോളപ്പം മരിച്ചുപോയി. പറഞ്ഞു, ഷെഫ് നിങ്ങളാണ് എൻ്റെ ആദ്യത്തെ ഗുരു. കാരണം ജീവിതത്തിൽ ദുരിതങ്ങൾ ഉണ്ടായാലേ ഉയരം സ്റ്റെപ്പിലേക്ക് കയറാൻ പറ്റും എന്നുള്ളത് പഠിപ്പിച്ച ഒരാൾ നിങ്ങളാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് നന്ദിയേ ഉള്ളൂ, സ്നേഹമേ ഉള്ളൂ. അതുപോലെ മാം, ഇപ്പോൾ ഒരു 40 വർഷമായി ഈ ഭക്ഷണരംഗത്ത് മാറി വരുന്ന ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഒരു മാറ്റത്തെ മാം എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ആക്ച്വലി ഒരു കാലഘട്ടത്തിൽ ഒരു വളരെ മോശമായ ഒരു ഭക്ഷണ രീതിയിലേക്ക് ആളുകൾ പോയതുകൊണ്ടാണ് ഇന്ന് ഈ കാണുന്ന രോഗങ്ങളുടെ ഒരവസ്ഥ ഇങ്ങോട്ട് വന്നത്. ഇപ്പം വീണ്ടും ആളുകൾ തിരിക്കാൻ തുടങ്ങി. കാരണം എന്താ വെച്ചാൽ ആളുകൾ മില്ലറ്റിലേക്ക് നീങ്ങി. നമ്മുടെ പൂർവികരെ മില്ലറ്റ് ഉപയോഗിച്ചിരുന്നവരായിരുന്നു. നമ്മുടെ പൂർവികരാരും ഇത്രയും ഓയിലുകൾ ഉപയോഗിച്ചിട്ടില്ലായിരുന്നു. ആകെ ഉപയോഗിച്ചിരുന്ന കേരളക്കാരാണെങ്കിൽ കോക്കനട്ട് ഓയിൽ, അതല്ല പുറത്തുള്ളവരാണെങ്കിൽ സൺഫ്ലവർ ഓയിൽ. പക്ഷേ നമ്മൾ വിവിധ തരത്തിലുള്ള സാധനങ്ങളുടെ ദുരുപയോഗം എന്ന് പറയാം. ഉപയോഗം എന്നല്ല, ദുരുപയോഗം എന്ന് പറയും. അത് നമ്മളെ രോഗികളാക്കി മാറ്റും. നമ്മളെ ടേസ്റ്റ് ബഡ്സിന് എന്താണോ ടേസ്റ്റ് തോന്നുന്നത് അതിലേക്ക് നമ്മൾ എന്ന് ഇറങ്ങിച്ചെന്നോ അവിടെ തൊട്ട് നമ്മുടെ ആരോഗ്യം ഇല്ലാണ്ടായി. നമ്മളിപ്പം നമ്മുടെ സാധാരണ വ്യൂവേഴ്സിന് വേണ്ടി ചോദിക്കുകയാണ്, ഒരാൾ നോർമലി ഹെൽത്തി ആയിട്ടിരിക്കാൻ ലൈക്ക് എങ്ങനത്തെ ഭക്ഷണങ്ങൾ കഴിക്കണമെന്നാണ് മാമിൻ്റെ ഒരു സജഷൻ, അല്ലെങ്കിൽ മാം ആൾക്കാരോട് പറഞ്ഞു കൊടുക്കാറ്? ഞാൻ പറഞ്ഞു കൊടുക്കാറ്, നമ്മൾ തുടക്കം തന്നെ രാവിലെ നമ്മൾ വെള്ളം കുടിക്കുക. പ്ലാസ്റ്റിക് ബോട്ടിലുള്ള വെള്ളം നമ്മൾ കുടിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ വിഷം കഴിച്ചു. പ്ലാസ്റ്റിക് ബോട്ടിൽ സൂക്ഷിച്ചതിൽ അതിൻ്റെ നാനോ കണങ്ങൾ, ചെറിയ കണങ്ങൾ എന്തായാലും ആ പ്ലാസ്റ്റിക് ബോട്ടിലുണ്ടാകും. കാരണം പ്ലാസ്റ്റിക് ബോട്ടിൽ അപ്പോഴും ബോട്ടിൽ ചെയ്യുന്നതല്ല, അത് വരുന്നതാണ്.
ചൂട് തട്ടി നമ്മുടെ റൂമിലെ ചൂട് തട്ടി നമ്മൾ ആ വെള്ളമാണ് കുടിക്കുന്നത്. കഴിയുന്നതും നമ്മുടെ ഗ്ലാസ് ജാറിലോ ബോട്ടിലോ അല്ലെങ്കിൽ പാത്രത്തിലോ നല്ല ശുദ്ധമായ വെള്ളം എടുത്ത് വെച്ച് 2 തുളസിയിലിട്ട് വെച്ചിട്ട് രാവിലെ തുടങ്ങാനാണ് ഞാൻ പറയുക. ഒരു ക്ലസ്റ്റർ വാട്ടർ അതായിക്കോട്ടെ. പിന്നീട് നമുക്ക് വേണ്ടത് പ്രോട്ടീനാണ്. പ്രോട്ടീനായിട്ടുള്ള നമ്മുടെ ശരീരത്തിന് വേണ്ട ഒരു ഹ്യൂമൻ ബോഡിക്ക് 70 കിലോ തൂക്കമുള്ള അല്ലെങ്കിൽ 60 കിലോ തൂക്കമുള്ള ഒരാൾക്ക് വേണ്ട പ്രോട്ടീനൊന്നും നമ്മുടെ ശരീരത്തിൽ എത്തുന്നില്ല. ഒരു 37 ഗ്രാം എങ്കിലും പ്രോട്ടീൻ വേണം നമുക്ക് ദിവസം. ഈ 37 ഗ്രാം പ്രോട്ടീൻ കിട്ടണമെങ്കിൽ എത്ര സാധനങ്ങൾ കഴിക്കണം? അപ്പോൾ നമ്മൾ എല്ലാം ഈക്വലായിട്ട് കുറേശ്ശെ കഴിച്ചു കഴിഞ്ഞാൽ ക്യാപ്സും വേണം നമുക്ക്. ആൾക്കാർ ക്യാപ്സ് മുഴുവൻ ഇല്ലാണ്ടാക്കരുത്. ക്യാപ്സും വേണം. ക്യാപ്സ് ഉണ്ടെങ്കിലേ നമുക്ക് മെറ്റബോളിസം ക്ലിയർ ആവുന്നുള്ളൂ. പക്ഷേ വേറൊരു കാര്യം കൂടിയുണ്ട്. മില്ലറ്റുകൾ മാത്രം കഴിച്ച് നിങ്ങൾക്ക് ഡയറ്റ് ഫോളോ ചെയ്യാൻ പറ്റില്ല. കാരണം മില്ലറ്റ് എന്ന് പറയുന്ന ഒരു സാധനം മാത്രം കഴിച്ചാൽ നമുക്കൊരു മനുഷ്യന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന സാധനങ്ങളൊന്നും അതിന് കിട്ടുന്നില്ല. മറ്റൊന്ന്, മില്ലറ്റുകളെ ഭൂമിയിലെ ലോകത്തിലെ ഒരു സീഡും മനുഷ്യൻ്റെ സാധാരണ ബോഡിയിൽ ദഹിപ്പിക്കാനുള്ള കഴിവില്ല, ഒരു സീഡിനും. അപ്പം അതുകൊണ്ടാണ് പശുവാണ് ഏറ്റവും ദഹന പ്രക്രിയയിൽ ഏറ്റവും ശക്തൻ പശുവാണ്. കാരണം 2 ടൈമാണ് അത് ഇറക്കുന്നത്. പക്ഷേ തക്കാളി തിന്ന പശു അല്ലെ പുല്ല് തിന്ന പശു ചാണകം ഇട്ട് കഴിഞ്ഞാൽ ചാണകത്തിൽ നിന്ന് ചെടികൾ മുളയ്ക്കുന്നുണ്ട് ഇല്ലേ? അങ്ങനെ അപ്പോൾ ആ സീഡിനെ ദഹിപ്പിക്കാനുള്ള കഴിവ് നമ്മുടെ ശരീരത്തിനില്ല. അപ്പം നമ്മളെ ശരീരത്തിന് എങ്ങനെയാണ് ഉണ്ടാവുക? അപ്പം മില്ലറ്റുകൾ എപ്പോഴും പ്രോസസ്സ് ചെയ്ത് ഉപയോഗിക്കുക. അതിൻ്റെ സ്കിന്ന് ഒഴിവാക്കി ഫെർമെൻറ്റ് ചെയ്ത് അതല്ലെങ്കിൽ അതൊന്ന് മുളപ്പിച്ച് അങ്ങനെയൊക്കെയാണ് അത് ഉപയോഗിക്കേണ്ടത്. അല്ലാണ്ട് ഡയറക്റ്റ്ലി മില്ലറ്റ് നല്ലതാണെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിച്ചാൽ നമുക്ക് ആരോഗ്യമൊന്നും ഉണ്ടാവില്ല. നമുക്ക് അസുഖങ്ങൾ. പുതിയ ഇൻഫോർമേഷൻ ആയിരുന്നു. ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുകയാണ്, മാം എന്തെങ്കിലും ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ടോ? അതായത് എൻ്റെ ഡയറ്റ് എന്ന് പറയുന്നത് ഞാനൊരു 5 AM ക്ലബിൻ്റെ ആളാണ്. 5 AM ക്ലബ്ബ് എന്ന് പറയുമ്പോൾ ഞാൻ രാവിലെ ഏർലി മോർണിംഗിൽ ഇരിക്കും. ഏർലി മോർണിംഗിൽ എഴുന്നേറ്റ് നമ്മളെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്താ വെച്ചാൽ നമ്മൾ ഭയങ്കര ഫ്രഷ് ആയിരിക്കും. ഏറ്റവും കൂടുതൽ ഉറങ്ങുന്നവനാണ് ഏറ്റവും കൂടുതൽ രോഗി. അപ്പം ഞാൻ ഫോളോ ചെയ്യുന്നത് രാവിലെ വെള്ളം കുടിക്കും, തുളസിയിലിട്ട് വെച്ച് വെള്ളം കുടിക്കും. എന്നിട്ട് ഞാനൊരു 4-5 കിലോമീറ്റർ നടക്കും. നടന്നു കഴിഞ്ഞ് വന്നിട്ട് ഞാൻ എൻ്റെ ഹോട്ടലിൽ പോകും. അവിടെ നിന്നൊരു ജ്യൂസ് കഴിക്കും. അങ്ങനെ ഒരുപാട് ഭക്ഷണം കഴിക്കുന്ന ഒരു ശീലമൊന്നും എനിക്കില്ല. കുറച്ച് തോരൻ വേണം എനിക്ക്, വെജിറ്റബിൾ എന്തെങ്കിലും, തൈര് ദിവസം കഴിക്കും. അതുകൊണ്ട് തന്നെ ഇതുവരെ ഷുഗർ, പ്രഷർ അങ്ങനത്തെ അസുഖങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഒന്നുമില്ല. പിന്നെ അങ്ങനെയാണ് എൻ്റെ ഒരു ഭക്ഷണ ശൈലി. ഒരുപാട് ഭക്ഷണമൊന്നും വാരി കഴിക്കില്ല. മാമിന് കുക്ക് ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ളത്? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് സദ്യ കുക്ക് ചെയ്യാനായിട്ട് എല്ലാം നമ്മുടെ സദ്യ. ഞാൻ ഗാർലിക്കും ഓനിയനും ഉപയോഗിക്കാറില്ല സദ്യയിൽ. ആണോ? ആക്ച്വലി ബ്രാഹ്മൺ സദ്യയിൽ പഴയ സദ്യ എന്ന് പറയുമ്പം ആ സദ്യയിൽ ഓനിയനും ഗാർലിക്കും ഇല്ല. അതിൻ്റെ ഒരു കാരണം എന്തെന്ന് വെച്ചാൽ ഓനിയനിൽ സൾഫർ ഉള്ളതുകൊണ്ട് ഭക്ഷണം പെട്ടെന്ന് കേടാവും. പൂർവികർ വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അന്നൊക്കെ ബ്രാഹ്മിൺസിന് മാത്രമേ സദ്യ ഉണ്ടായിരുന്നുള്ളൂ. സദ്യ ഉണ്ടാക്കാനും കൊടുക്കാനുള്ള ഇത് ബ്രാഹ്മിൺസിന് മാത്രമേ ഉള്ളൂ. മറ്റുള്ള ആൾക്കാർക്കൊന്നും സദ്യ ഒരുക്കാൻ പാടില്ല. അപ്പോൾ രാജകൊട്ടാരത്തിൽ ഉണ്ടാക്കിയിരുന്ന ഒരു ഭക്ഷണമായിരുന്നു അന്ന് റോയൽ. അപ്പോൾ അത് നമ്മളിലേക്ക് വന്നപ്പോൾ നമ്മൾ കുടുംബങ്ങൾ തമ്മിൽ ഒരു കല്യാണമൊക്കെ ഉണ്ടാകുമ്പോൾ ഒരുപാട് ആളുകൾ ഉണ്ടാവും. സദ്യ ഒരുക്കണമെങ്കിൽ കുറേ നേരത്തെ സദ്യ ഉണ്ടാക്കണം. ഈ നേരത്തെ ഉണ്ടാക്കുമ്പോൾ ഇത് കേടുവരും. അതുകൊണ്ടാണ് ഉപയോഗിക്കരുതെന്ന് പറയുന്നത്. അടിപൊളി. അപ്പം മാമിന് ഏറ്റവും ഇഷ്ടം സദ്യ കുക്ക് ചെയ്യാനാണ്. മാം എപ്പോഴാണ് ഒരു ഭക്ഷണം പൂർണ്ണമാകുന്നത്? അതായത് ഒരു കുക്കിംഗ് പ്രോസസ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കംപ്ലീഷൻ എപ്പോഴാണ് സംഭവിക്കുന്നത്? ശരിക്ക് ഒരു ഭക്ഷണം പൂർണ്ണമാവുന്നു നമ്മൾ പറയും രുചി എന്നൊക്കെ അല്ലേ? എനിക്ക് നല്ല രുചി ഉണ്ടായിരുന്നു ഭക്ഷണം കഴിച്ചിട്ട്. ആക്ച്വലി രുചി എന്ന് പറയുന്നത് ആളുടെ മനസ്സിൽ കഴിച്ച് അയാൾ തൃപ്തി അടയുമ്പോഴാണ് അതിന് രുചി ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഏറ്റവും വേണ്ട സമയത്ത് ഞാൻ ഏറ്റവും ഇഷ്ടത്തോടെ കഴിച്ച ഭക്ഷണമാണ് എൻ്റെ ഏറ്റവും രുചികരമായ ഭക്ഷണം. അപ്പോൾ പ്രോസസ്സിങ് എന്ന് പറയുമ്പം ഒരു ഭക്ഷണത്തിൻ്റെ പ്രോസസ്സിങ് എന്ന് പറയുമ്പം അത് കുക്കായതുകൊണ്ട് അത് പ്രോസസ്സിങ് ആവുന്നില്ല. വേറൊരാൾ കഴിച്ച് അയാൾ തൃപ്തി അടയുമ്പോൾ മാത്രമാണ് അതിൻ്റെ പ്രോസസ്സിങ് പൂർണ്ണമാകും. അവിടെയാണ് അതിനൊരു പൂർണ്ണത വരുന്നത്. അങ്ങനെ മാമിൻ്റെ ഫുഡ് കഴിച്ച് മനസ്സ് നിറഞ്ഞ് മാം എന്നും ഓർത്ത് വെക്കുന്ന, നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഒരു മൂമെന്റ് ഏതായിരിക്കും? അതെനിക്ക് ഞാൻ യൂസഫ് അലി ഖായ്ക്ക് ഫുഡ് കൊടുത്തപ്പോഴാണ്. ആണല്ലേ? യൂസഫ് അലി ഖായ്ക്കായാലും രവി പിള്ള സാറ്, പിന്നെ കുറേ ആൾക്കാർ, അങ്ങനെ എൻ്റെ ഇതിൽ കുറേ ആൾക്കാരുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും ഒരു കുറ്റവും ഇന്നുവരെ ഇത്രയും കാലം ഞാൻ ഭക്ഷണം കൊടുത്തിട്ട് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അതെന്റെ ഭക്ഷണം നന്നായിട്ടാണോ എന്നറിയില്ല, എന്താണെന്നറിയില്ല, ഒരിക്കലും കുറ്റം പറഞ്ഞിട്ടില്ല. അടിപൊളി. അതുപോലെ മാം എന്തെങ്കിലും ഓർത്ത് വെക്കുന്ന ഒരു പാളിപ്പോയൊരു മൂമെന്റ് പക്ഷെ മാം സംഭവം അത് മാനേജ് ചെയ്തു, അങ്ങനെ ഏതെങ്കിലും ഒരു അതിന്റെ രസകരമായ? ഇത് ഞാൻ തുടങ്ങിയ സമയത്ത് തന്നെ എനിക്ക് ഈ കുക്കിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ശീലം ഉണ്ടാവും. അങ്ങനെ എനിക്ക് സത്യത്തിൽ എൻ്റെ വീട്ടിൽ അങ്ങനെ മീനൊന്നും വാങ്ങിക്കാറില്ല.
എൻ്റെ വീട്ടിൽ മീനെ വാങ്ങിക്കാറില്ല. അപ്പം ഞാൻ ആദ്യത്തത് എൻ്റെ അച്ഛന് ഞാൻ മീൻകറി ഉണ്ടാക്കി കൊടുത്തത്. അത് വെച്ചാൽ അമ്മ ഉണ്ടാക്കി വെച്ച മീൻകറി ഒന്ന് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയപ്പോൾ അത് ഞാൻ പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. അത് എൻ്റെ കയ്യിൽ നിന്ന് വീണ് പൊട്ടിപ്പോയി, ചട്ടി പൊട്ടിപ്പോയി. അമ്മ ഇവിടെയൊക്കെ പോയ സമയത്ത് ഞാൻ അച്ഛന് കറി വെച്ച് അമ്മ അത് എടുത്തു വെക്കാൻ പറഞ്ഞപ്പോൾ അത് എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോയി. പൊട്ടിപ്പോയപ്പോൾ ഞാൻ അതിലെ വേവിച്ച മീനെടുത്ത് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി. പക്ഷെ അച്ഛന് ഭയങ്കര ഇഷ്ടമായത്. പക്ഷേ വേറെ ഒന്നും ഒരു ദിവസം അമ്മ ഇല്ല, എന്തായാലും ഞാനൊന്ന് മീൻകറി വെച്ച് നോക്കട്ടെ എന്ന് ഞാൻ മീൻ അടുപ്പത്ത് വെച്ച മീനെ എടുത്ത് താഴെ വെച്ചെങ്കിലല്ലേ മീനായിട്ട് കിടക്കുള്ളൂ. ആ മീൻ അങ്ങനെ വെന്ത് ഒരു പായസം പോലെയായി. എന്റെ ആദ്യത്തെ കുക്കിംഗ് അതെ, ആദ്യത്തെ കുക്കിംഗ് വാളിപ്പോയൊരു കുക്കിംഗ് അതാണ്. പിന്നീട് മനസ്സിലായി ഓരോ പാഠങ്ങൾ നമ്മൾ അങ്ങനെയാണല്ലോ പഠിക്കുന്നത്, മീൻ അത്ര വേവില്ല എന്നുള്ളത്. സത്യം. അതുപോലെ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ വീട്ടമ്മമാർക്ക് എന്തെങ്കിലും മാം ഒരു ടിപ്പ് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും, ഒരു കുക്കിംഗ് റിലേറ്റ് ചെയ്തിട്ട് ഒരു ടിപ്പ്? ഇപ്പം വീട്ടമ്മമാർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മളെ ഭക്ഷണത്തിന് രുചിയില്ല എങ്കിൽ, രുചി തോന്നുന്നില്ല, ചിലപ്പോൾ നമുക്ക് തോന്നും നമ്മളുണ്ടാക്കിയ രുചിയില്ല. അതിനൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ നല്ല കല്ലുപ്പും നല്ല കറിവേപ്പിലയും കുറച്ച് മുതിരയും കൂടെ നന്നായിട്ട് വറുത്ത് പൊടിയാക്കി വെക്കുക. പൊടിയാക്കി വെച്ചിട്ട് അത് കുറച്ച് കായപ്പൊടിയും കൂടെ ചേർക്കണം. പൊടിയാക്കി വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ സാമ്പാർ വയ്ക്കുകയാണ്, ടേസ്റ്റ് ഇല്ല, ഒരു സ്പൂൺ അതിൽ ചേർക്കാം. മീൻ വറക്കും മസാലയ്ക്ക് ടേസ്റ്റ് ഇല്ല, ഒരു സ്പൂൺ ചേർക്കാം. എൻ്റെ അച്ഛമ്മയുടെ റെസിപ്പിയാണത്. അത് മാത്രമല്ല അതിന് വേറൊരു പ്രത്യേകത ഉള്ളത്, നമുക്കിപ്പം ഭക്ഷണം വിശപ്പില്ലാന്ന് തോന്നൂലേ, ആ സമയത്ത് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് കേരള റൈസ് എടുക്കുക അല്ലെങ്കിൽ കേർഡ് റൈസ് എടുക്കുക, നെയ്യ് ഒഴിക്കുക, എന്നിട്ട് ഈ പൊടി അതിനകത്ത് ഇട്ടിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഭയങ്കര വിശപ്പായിരിക്കും. ആണോ, കൊള്ളാലോ. അതൊരു അടിപൊളി നമ്മുടെ വീട്ടമ്മമാർക്ക് പറ്റിയൊരു കിടിലൻ ടിപ്പായിരുന്നു അത്. താങ്ക് യു മാം. അതുപോലെ ഇപ്പോൾ ഒരുപാട് ഇപ്പം പണ്ട് മാം തുടങ്ങിയ സമയത്തൊന്നും സ്ത്രീകൾ ഈ ഒരു രംഗത്തേക്ക് വരുന്നില്ല. ഇപ്പോൾ ഒരുപാട് വിമൻ ഷെഫുകൾ ഉണ്ടാവുന്നുണ്ട്. ലൈക്ക് അവർക്ക് മാമിന് കൊടുക്കാൻ പറ്റിയ ഒരു 3 ഉപദേശം അല്ലെങ്കിൽ മാമിന് ഒരു ഉപദേശം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും മാം? നമ്മൾ ഈ ഹോട്ടൽ ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ, അത് ഒന്നാമത്തെ ഷെഫായിട്ട് വരുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഇതൊരു ഫാൻറ്റസി വേൾഡ് അല്ല. അങ്ങനെ വിചാരിച്ച് നിങ്ങൾ ഹോട്ടലിലേക്ക് വരരുത്. ഇത് വളരെ ഡെഡിക്കേഷനും വളരെ സ്നേഹവും, നമ്മുടെ സ്നേഹമാണ് മുന്നിൽ നിൽക്കേണ്ടത്. നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തിനോടൊപ്പം നമ്മുടെ സ്നേഹം ഉണ്ടെങ്കിൽ ആ ഭക്ഷണം വളരെ രുചികരമായിരിക്കും. നമ്മുടെ അമ്മ പച്ചവെള്ളം എടുത്ത് തന്നാലും രുചിയല്ലേ, അതിൽ അവരുടെ സ്നേഹമാണുള്ളത്. ആ സ്നേഹത്തിനകത്തിരുന്നുകൊണ്ട് വേണം നമ്മൾ പാചകം ചെയ്യാൻ. നമ്മുടെ മനസ്സിൽ ആരോടും വിദ്വേഷമോ വെറുപ്പോ വൈരാഗ്യം ഒന്നും ഉണ്ടാവരുത്. ചിലപ്പോൾ ഷെഫ് രാവിലെ ചീത്ത പറഞ്ഞിട്ടായിരിക്കും നമ്മൾ കിച്ചണിൽ കയറുണ്ടാവുക. ഇന്ന് പണ്ടാരും ഇന്ന് രാവിലെ തന്നെ ഇതാ കേട്ടത്. അപ്പം നമ്മുടെ ഭക്ഷണം ഉണ്ടാക്കുന്ന ഭക്ഷണത്തിലും അത് കാണാം. ഒരിക്കലും നല്ല മനസ്സോടുകൂടി, നല്ല സ്നേഹത്തോടുകൂടി, നല്ല ഇഷ്ടത്തോടുകൂടി ഭക്ഷണം ഉണ്ടാക്കുക. അതാണ് ആദ്യം ഇതിലേക്ക് വരുന്നവർ പിന്നെ നല്ല ഡെഡിക്കേഷൻ വേണം, നല്ല ക്ഷമ വേണം. ഇതുണ്ടെങ്കിൽ നല്ലൊരു ഷെഫാവാം നിങ്ങൾക്ക്. ഇതുള്ളവർ മാത്രം ഇറങ്ങിയാൽ മതി, ഇതിലേക്ക് വന്നാൽ മതി, വന്നിട്ട് ഓടി പോകരുത്. ഇല്ല, നിൽക്കുകയും ചെയ്യണം. ഇപ്പോഴെങ്ങനെയാ മാം സ്ത്രീകൾക്ക് ഇതിലേക്ക് വരുന്നതിൽ? ഒരുപാട് സ്ത്രീകൾ വരുന്നുണ്ട് ഈ രംഗത്തേക്ക്, ഒരുപാട് സ്ത്രീകൾ വരുന്നുണ്ട്. പക്ഷെ പിടിച്ചു നിൽക്കുന്നത് വളരെ കുറവ് ആൾക്കാർ ഇപ്പോൾ ഉണ്ട്. പക്ഷെ എന്നാലും കുറവാണ്. മെജോറിറ്റി ഇങ്ങനെ നോക്കുമ്പോൾ 10 ആണുങ്ങൾ എടുക്കുമ്പോൾ 2 പെണ്ണുങ്ങളൊക്കെ. അങ്ങനെ ഒരു കൗണ്ട് മൊത്തത്തിൽ മെജോറിറ്റി എടുക്കുമ്പോഴുള്ള ഒരു ഇത് കുറവാണ് എന്നുള്ളത്. ഓക്കെ മാം, അവസാനമായിട്ട് ഈ ഒരു പാചകം അല്ലെങ്കിൽ ഈ ഒരു ഇതിനെക്കുറിച്ച് മൊത്തത്തിൽ ലൈക്ക് സ്ത്രീകളോട് മാമിന് എന്താണ് പറയാനുള്ളത്? സ്ത്രീകളോട് പാചകം ഒരു കലയാണ് എന്ന് അറിയാം. ആ കലയെ എല്ലാ ദിവസവും ചെയ്യുന്ന സ്ത്രീകളോട് മാമിന് എന്താണ് ഒരു 2 വാക്ക് എനിക്ക് പറയാനുള്ളത്? നിങ്ങൾ ഈ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ സന്തോഷവാന്മാരാണ്. കാരണം നമ്മൾ കഴിക്കുന്ന ആളാണ് അത് ആസ്വദിക്കുന്നതല്ലേ. അപ്പോൾ ഇതൊരു മഹത്തായിട്ടുള്ളൊരു കലയാണ്. അതിൽ ഒരു തിരുത്ത് ആക്ച്വലി സ്ത്രീകൾ മാത്രമല്ല കേട്ടോ, ഇപ്പൊ പുരുഷന്മാരും എല്ലാവരും, പുരുഷന്മാരൊക്കെ പാചകക്കാർ തന്നെയാണ്. സ്ത്രീകൾ ഈ രംഗത്ത് ജോലിയിൽ നിൽക്കുകയാണെങ്കിൽ എനിക്ക് അവരോട് പറയാനുള്ളത്, ഇതൊരു മഹത്തായ കലയാണ്. ഈ കലയെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് ലോകം കീഴടക്കാം. എന്തായാലും ഒരുപാട് സന്തോഷം മാം. ഈ ഒരു ചെറിയ സമയം ഇച്ചിരി സമയം നമുക്ക് തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് നമുക്ക് പറ്റാവുന്ന മാമിനോട് ചോദിക്കാൻ ആഗ്രഹമുള്ള കുറേ ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റി. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം നമ്മുടെ ഗൃഹലക്ഷ്മി വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഇത്രയും നേരം നമ്മുടെ കൂടെ ചെലവഴിച്ചതിൽ. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്.